അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയരുതെന്ന് നബിയനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യരുത്. ചില കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ അള്ളാഹുവിനറിയുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയരുത്. അഭിപ്രായം പറയുന്നത് മഹാപാപം. അത് വലിയ പാപമാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളെയും തകർത്ത് കളയത്. ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് കാഫിർ എന്ന് പറയാനുണ്ടല്ലോ. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിലൂടെ നിന്റെ സർവ്വ സൽക്കർമ്മങ്ങളും തകർന്നു പോകും. നിന്റെ സർവ്വ നന്മകളും തകർന്നു പോകും. അത് മാത്രമല്ല, നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മാ യതബയ്യനു ഫീഹാ യസില്ലു ഫീഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, മുന്നാലോചനയില്ലാതെ ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞാൽ ചക്രവാളത്തെക്കാൾ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവന് പതിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു ബോധവും ഇല്ലാതെ വിളിച്ചു പറയത്തില്ലേ ചിലത്. ചില ബോധമില്ലാതെ, ആലോചനയില്ലാതെ, ചിന്തിക്കാതെ നീ പറയുന്ന ഒരു വർത്തമാനം കാരണം ചക്രവാളങ്ങളെക്കാൾ, അല്ലാഹുവേ, മുശ്രിക്കിന്റെയും മഗ്രിബിന്റെ ഇതിനേക്കാളും വലിയ നരകക്കുണ്ടിലേക്ക് നിന്നെ അല്ലാഹ് താഴ്ത്തിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, അതിൻ്റെ പര്യവസാനം എപ്പോഴും പേടിക്കണം. പഠിക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. ഈ മോശമായ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, മോശമായ വളരെ നീചമായ സ്വഭാവമുള്ളവൻ സൂക്ഷിക്കണം നിന്റെ അവസാനം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയും വ്യഭിചാരവും പലിശ തീറ്റിയും കൊന്നാലും പള്ളി കയറൂല എന്ന് പറഞ്ഞ് നടക്കണ ചിലതൊക്കെ ഇല്ലേ? അവസാനം എങ്ങനെ ചത്തേ? ഇങ്ങനെയൊക്കെ നടക്കുന്നവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ ഇങ്ങനെ നടക്കുന്നവന്റെ അവസാനം സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട്. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കാത്തെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദെ, അവന്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു, ഞാൻ സാക്ഷിയാ. ഞാൻ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് മരിച്ചവന്റെ ഇറച്ചി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കട്ടെ. അവരെ വെറുതെ വിട്ടേക്കാം. മരിച്ചവരെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. മരിച്ചവരെ കുറിച്ച് എന്തേ പറയാൻ പാടുള്ളൂ? നല്ലതേ പറയും. എത്ര കൊള്ളാത്തവനാണെങ്കിലും മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാവൂ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട്, ചീത്തയായ പ്രവർത്തനങ്ങൾ നടത്തുന്നവന്റെ അവസാനം മോശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. മോശമെന്നല്ല പറഞ്ഞത്, ഭയപ്പെടണം, നീ പേടിക്കണം. ഈ സ്ഥിരമായി കള്ളു കുടിച്ചടക്കുന്നവൻ, സ്ഥിരമായി വ്യഭിചരിക്കുന്നവൻ, പലിശയുമായി ബന്ധപ്പെടുന്നവൻ, നിസ്കരിക്കാത്തവൻ, അവനൊക്കെ പേടിക്കണം ഇവന്റെ അവസാനം എങ്ങനാകുമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. മൂന്ന്, ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും. അള്ളാനെ മറന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവന് അല്ലാഹു സ്വർഗം കൊടുത്തോ? എന്ത് നന്മ ചെയ്തിട്ടാ കൊടുത്തേ? എന്ത് നന്മ ചെയ്തിട്ടാ കൊടുത്തത്? അതാ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്കല്ലാത്ത പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവന് മാപ്പ് ലഭിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശിർക്ക് അല്ലാഹു പൊറുക്കോ? ശിർക്ക് അല്ലാഹു പൊറുക്കോ? ഒന്നുകൂടെ, ശിർക്ക് അല്ലാഹു പൊറുക്കോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ചവർക്ക് അതും പുറത്തു കൊടുക്കും അല്ലാഹു. ശിർക്ക് അല്ലാഹു പൊറുക്കൂല, എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു അതും പുറത്തു കൊടുക്കുന്ന. അതാ അള്ളാന്റെ കരുണ. അതാണ് അള്ളാന്റെ കരുണ. ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും.
റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കും അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാ സഹോദര, അള്ളാഹ് അത്രയും കരുണയുള്ളവനാ. അതുകൊണ്ടാണ് ഫിർഔന് വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവാൻ പോകുമ്പോ മൂസാ നബിയോട് വിളിച്ചു പറയാൻ പോയി, അപ്പോഴാ വായിക്കകത്ത് ചെളി വാരിയിട്ടത്. എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചെളി വാരിയിട്ട് ഫിർഔനിന്റെ വായിക്കകത്തിട്ടത്? ഇവൻ എങ്ങാണം മൂസ നിന്റെ റബ്ബാണ് ഞാൻ വിശ്വസിക്കുന്നെങ്ങാണം പറഞ്ഞു പോയാ അള്ളാഹ് ഇവനും സ്വർഗം കൊടുത്തല്ലേ. കാരണം അള്ളാഹ് അത്രയ്ക്ക് കാരുണ്യവാനാ. പറയണ്ടെന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കണത്. എന്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത് ശിർക്കല്ലാതെ എല്ലാ പാവവും അള്ളാഹു പൊറുക്കും. ഒരു പേടിയും വേണ്ട. തൗബ ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.